എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുടെ ഡിഷ് ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചെറുപയർ കറിയാണ്. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. പുട്ടിൻ്റെ കൂടെ ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ നല്ലപോലെ ചേർന്ന് പോകുന്നൊരു കോമ്പിനേഷനാണ് ചെറുപയർ കറി. ഈ ചാനൽ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻസും അറിയിക്കാനും നിങ്ങൾ മറക്കരുത്. ഇനി നമുക്ക് ഡിഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ചെറുപയറിനെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇന്നലെ രാത്രി ഞാനൊരു 3/4 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയാണ് നമ്മൾ കുക്കറിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ചെറുപയർ കുക്കാവാൻ ആവശ്യമായ വെള്ളം നമുക്കിനി ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കറിക്ക് ആവശ്യമായത് 1 സവാള, 2 പച്ചമുളക്, 3 വെളുത്തുള്ളി. ഈ സവാള നമുക്ക് ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒപ്പം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. കുക്കർ ഞാൻ തുറന്ന് നോക്കി, പയറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുവറുക്കുക മാത്രമേ നമുക്ക് ബാലൻസ് ആയിട്ടുള്ളൂ. ഇനി നമ്മൾ ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. സാധാരണ നമ്മൾ കടുക് വറുക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് ചെറിയ ചുമന്നുള്ളിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഉണക്ക മുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഉള്ളി ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ ഫ്ലെയിം നമുക്കൊന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. നമ്മുടെ മുളക് ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. നമ്മളത് ഇനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിന് ശേഷം നമ്മൾ ഈ കറി ഒരു 4-5 മിനിറ്റെങ്കിലും മിനിമം ചെറു തീയിൽ അവിടെ കുക്ക് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ ഈ കറിയിലേക്ക് മുളക് പൊടിയൊക്കെ ഒന്ന് നല്ലതുപോലെ മിക്സ് ആവത്തുള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നല്ലതുപോലെ കുറുകി പാകത്തിന് വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഞാനതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. ഞാനിന്നിത് പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.